ഞാനിപ്പോൾ ഡൽഹി വഡോദര ഹൈവേയിലാണ്. പുതിയ ക്രെറ്റ എൻലൈൻ്റെ ഡ്രൈവായിട്ട് വന്നതാണ്. അപ്പോൾ എന്താണ് ഹ്യുണ്ടായി എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. എന്നാലും അറിയാത്തവർക്കായിട്ട് പറയാം. BMW M ഡിവിഷൻ ഉണ്ട്. M എന്ന് പറയുന്ന അവരുടെ മോട്ടോർ സ്പോർട്ടാണ്. അതിൻ്റെ ഒരു ഹെഡ് ഒരു ആൽബർട്ട് ബീർമാൻ ഉണ്ട്. അപ്പോൾ ആൽബർട്ട് ബീർമാനെ കുറച്ചുകൂടി കാശ് കൊടുത്തിട്ട് ഹ്യുണ്ടായി നൈസായിട്ട് അങ്ങോട്ട് വലിച്ചു. എന്നിട്ട് പുള്ളിനോട് പറഞ്ഞു ഉള്ള വണ്ടികളൊക്കെ തന്നെ ഒന്നുകൂടി ഒന്ന് സ്പോർട്ടി ആക്കി തരണം, കുറച്ചും കൂടിയും ഒരു ഫൺ ടു ഡ്രൈവ് എന്നുള്ളൊരു ക്യാരക്ടർ ഹ്യുണ്ടായിക്ക് കൊണ്ടുവരണം. ഹ്യുണ്ടായി അതുവരെ കുറച്ച് ബോറിംഗ് ഡൾ വണ്ടികളൊക്കെ ഇറക്കുന്ന ഒരു കമ്പനിയായിരുന്നു. അതുകൊണ്ടാണ് ഡു യു തിങ്ക് ഐ ലെറ്റ് യു റോൾ ഇൻ ഹ്യുണ്ടായി എന്നൊക്കെ സിനിമയിൽ ജോക്കായിട്ട് വരെ ഉപയോഗിച്ചിരുന്നത്. അവിടെ നിന്നൊക്കെ മാറി ഈ പുള്ളി വരുന്നു. ഹ്യുണ്ടായിയുടെ ഒരു പെർഫോമൻസ് ഡിവിഷൻ എന്നുള്ള പോലെ ഹ്യുണ്ടായിയുടെ കുറച്ചും കൂടി ഫൺ ടു ഡ്രൈവ് വണ്ടികൾ പുള്ളി ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അതിനൊരു പേരിടണം. M എന്ന് പറഞ്ഞ് ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അടുത്ത ലെറ്റർ N എടുത്തു. N എന്ന് പറയുന്നത് നാമ്യാങ് എന്ന് പറഞ്ഞിട്ട് ഹ്യുണ്ടായിയുടെ ഒരു ടെസ്റ്റ് ഫെസിലിറ്റി ഉണ്ട്. അതിൻ്റെ പേരാണ്, അല്ലെങ്കിൽ നെർബർഗ്രിംഗ് ആണ്. അത് അവരുടെ മൾട്ടിപ്പിൾ റേഞ്ച് ഓഫ് പ്രോഡക്ട്സിനെ അവർ ഉപയോഗിക്കാൻ തുടങ്ങി. ആൻഡ് പിന്നീട് ഇത് അവരുടെ ഒരു മോഡൽ റേഞ്ചിൻ്റെ തന്നെ ഒരു ഭാഗമായി മാറി. പക്ഷേ ഈ N ഡിവിഷൻ വന്നതോടുകൂടി ഹ്യുണ്ടായിയുടെ ഒരു വലിയ ഓടിക്കാൻ രസമില്ല എന്നുള്ളൊരു ഇമേജ് അങ്ങോട്ട് മാറി. ആൻഡ് ഇതിന് കുറച്ചും കൂടി ഒരു എന്തൂസിയാസ്റ്റുകളായിട്ടൊരു കണക്റ്റും വന്നു. ആൻഡ് ഈ N എന്ന് പറയുന്നത് അവരുടെ ഒരു സബ് ഡിവിഷൻ പോലെ ആക്കി മാറ്റി. അതിൽ സ്പെസിഫിക് മോഡൽസ് വന്നു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹ്യുണ്ടായിയുടെ ഈ ഫൗണ്ടേഷൻ മോഡൽസ് ഉണ്ട്. ഇപ്പോൾ ഈ ബേസിക് സാധനങ്ങൾ, ഇപ്പോൾ ക്രെറ്റ, i20, വെന്യൂ, അങ്ങനത്തെ വണ്ടികളുണ്ട്. ഇതിൻ്റെ തന്നെ N ലൈൻ ഉണ്ട്. N ലൈൻ എന്ന് പറയുമ്പോൾ BMW M സ്പോർട്ട് അല്ലെങ്കിൽ മെഴ്സിഡീസിൻ്റെ AMG ലൈൻ പോലെ ഫുൾ ബ്ലോൺ പെർഫോമൻസ് മോഡലല്ല. പക്ഷേ അതിൻ്റെ ഒരു വാട്ടർ ഡൗൺ വേർഷൻ, കുറച്ച് കോസ്മെറ്റിക് ട്വിക്സും കുറച്ച് പെർഫോമൻസ് മോഡ്സ് ഒക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു സബ് ബ്രാൻഡ് പോലെ അങ്ങനെ വന്നു. ആൻഡ് അതിൻ്റെ മുകളിൽ അവർക്ക് N മോഡൽസ് ഉണ്ട്. N മോഡൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ i20 N 200 bhp ഒരു ഹാച്ച് ബാക്ക് ഉണ്ട്. അതുപോലെ ഇപ്പോൾ നമുക്ക് അയോണിക് 5ൻ്റെ N ഉണ്ട്. അതിൻ്റെ മുകളിൽ അവർക്കൊരു റോളിംഗ് ലാബ് എന്ന് പറഞ്ഞിട്ടൊരു മോഡലുണ്ട്. അതായത് ഇനി വരാൻ പോകുന്ന കുറേ മിഡ് എഞ്ചിൻ്റെ കാറുകളും കുറേ കൂടി സ്പോർട്ടി ആയിട്ടുള്ള ഹ്യുണ്ടായികളും സാധനങ്ങളൊക്കെ അതിലാണ് വരുന്നത്. അതിൻ്റെ മുകളിൽ അവർക്ക് മോട്ടോർ സ്പോർട്ട് ഉണ്ട്. അതായത് WRCയിൽ ഹ്യുണ്ടായി ഉണ്ട്, 24 hour നെർബർഗ്രിംഗിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വരുന്നത് N ഡിവിഷൻ്റെ ഡീലാണ്. N ഡിവിഷൻ ശരിക്കും ജെനിസിസ് പോലത്തെ വണ്ടികളുടെയൊക്കെ ഡെവലപ്മെൻറ്റ് സമയത്ത് അതിൻ്റെ സസ്പെൻഷൻ ട്വീക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ചെറിയ കോസ്മെറ്റിക് മോഡ്സ് ഒക്കെ ഉള്ള ഇങ്ങനത്തെ വണ്ടികൾ ഇറക്കുന്നുണ്ട്. 2021 നമുക്ക് ആദ്യത്തെ N ലൈൻ പ്രോഡക്റ്റ് കിട്ടുന്നത് നമ്മുടെ i20 N ലൈൻ. പുറത്ത് i20 N എന്ന് പറഞ്ഞിട്ടൊരു വണ്ടിയുണ്ട്. വളരെ ഡിസൈറബിൾ ആയിട്ടുള്ള 200 bhp ഹാച്ച് ബാക്ക് ആണ്. ഇന്ത്യയിൽ നമുക്ക് 120 bhp 3 സിലിണ്ടർ മറ്റേ 1 ലിറ്റർ എഞ്ചിൻ തന്നെയാണ് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ അതൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം അവർക്ക് വേണമെങ്കിൽ നമ്മുടെ ക്രെറ്റയിലുള്ള 1.4 ടർബോ പെട്രോൾ എഞ്ചിൻ അന്ന് കൊടുക്കാമായിരുന്നു. 150 bhp ഉണ്ടായിരുന്നു. ഇറ്റ് വുഡ് ഹാവ് ബീൻ സംതിങ് എൽസ്. ശരിക്കും ഇപ്പോഴും വൈകിട്ടില്ല. ഇപ്പോൾ ഈ 1.5 ടർബോ പെട്രോൾ അവർ i20 കൊടുത്തു കഴിഞ്ഞാൽ അതും വേറൊരു ലെവൽ വണ്ടി ആയേനെ. പിന്നെ ആ വണ്ടി തന്നെയാണ് കുറച്ചും കൂടി യൂസബിൾ ആയിട്ടുള്ള ക്രെറ്റ എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ട ഒരു ഫാമിലി ക്രോസ് ഓവർ എന്നുള്ള ഫോമിൽ നമുക്കിപ്പോൾ കിട്ടുന്നത്. 22,000 N ലൈൻ കാറുകൾ ഹ്യുണ്ടായി ഇതുവരെ ഇന്ത്യയിൽ വിറ്റിട്ടുണ്ട്. അതിപ്പോൾ i20 ആയിട്ടും വെന്യൂ ആയിട്ടും വിറ്റേക്കുന്നതാണ്. ഇനിയിപ്പോൾ ക്രെറ്റ വരുമ്പോൾ ഒന്നും കൂടിയും കൂടും. അവർ പറയുന്ന അവരുടെ GDI സെയിൽസിൻ്റെ, അതായത് ടർബോ പെട്രോളിൻ്റെ സെയിൽസിൻ്റെ ഒരു 1/5 ഇപ്പോൾ N ലൈൻ മോഡൽസാണ്. ആൻഡ് അവർ പറയുന്ന അതിൽ 40% കസ്റ്റമേഴ്സ് എക്സിസ്റ്റിംഗ് ഹ്യുണ്ടായി കസ്റ്റമേഴ്സ് തന്നെയാണ്. 30% ആളുകൾ മറ്റ് ബ്രാൻഡിൽ നിന്ന് N ലൈൻ കണ്ടിട്ട് ഹ്യുണ്ടായിലേക്ക് വരുന്നു എന്നാണ് അവർ പറയുന്നത്. ഈ പുതിയ ക്രെറ്റ നമ്മൾ ഓടിച്ചിട്ട് ഏതാനും മാസങ്ങളായിട്ടുള്ളൂ. ഇപ്പോൾ കുറേ പേർക്കൊക്കെ ക്രെറ്റയുടെ സ്റ്റൈലിംഗ് ഇഷ്ടമായില്ല എന്ന് പറയുന്നുണ്ട്. അവർക്ക് ചിലപ്പോൾ N ലൈൻ കൂടുതൽ ഇഷ്ടപ്പെടും. കാരണം ആ ഗ്രില്ലൊക്കെ കുറേ കൂടി റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ബമ്പർ ടോട്ടലി ന്യൂ ആണ്. DRLൻ്റെ പ്ലേസ്മെൻറ്റ്, ഹെഡ്ലൈൻ്റെ പ്ലേസ്മെൻ്റ് ഒക്കെ പഴയതൊക്കെ തന്നെയാണ്. പക്ഷേ ഗ്രില്ലിൻ്റെ ഷേപ്പൊക്കെ കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. കുറച്ചും കൂടി സ്പോർട്ടിയർ ആയിട്ടുള്ള ഒരു മെഷ് പോലത്തെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. സൈഡ് സ്കേർട്സ് ഡിഫറൻ്റ് ആണ്. സൈഡിൽ നമ്മൾ ക്രെറ്റയുടെ ഒരു ഭയങ്കര കേർവി ആയിട്ടുള്ള സൈഡ് പ്രൊഫൈൽ ഫ്രണ്ടായിട്ട് മാച്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അത് സ്കേർട്ട് വന്ന് കുറച്ചും കൂടി സ്ക്വയർ ഷെൽമെൻ്റ് അവിടെ വന്നപ്പോൾ ഇച്ചിരി കൂടി കറക്റ്റായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ ഏറ്റവും മിസ്മാച്ച് ആയിട്ട് തോന്നിയിരുന്ന ഇവിടെ ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഒരു സിൽവർ കളർ ആപ്ലിക്ക് ഉണ്ട്. അതിപ്പോൾ ഗ്ലോസ് ബ്ലാക്ക് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇത്തിരി കൂടി നീറ്റ് ആയിട്ടുണ്ട്. ബാക്കിലും ബമ്പർ കുറച്ച് വ്യത്യാസമുണ്ട്. കുറച്ചും കൂടി വലിയൊരു സ്പോയിലർ കിട്ടുന്നുണ്ട്. അതുപോലെ ട്വിൻ ടിപ്പ് ആയിട്ടുള്ള എക്സോസ്റ്റ് ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രെറ്റയുടെ റിവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ക്രെറ്റയ്ക്ക് അവർ മാക്സിമം 17 ഇഞ്ച് വീലേ കൊടുത്തിരുന്നുള്ളൂ. വേറെ സെൽറ്റോസിന് 18 ഇഞ്ച് വീൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇതിലിപ്പോൾ 18 ഇഞ്ച് വീല് വരുന്നുണ്ട്. ഒരു N ഡിസൈൻ വീലാണ്. വീല് കാണാൻ നല്ല ഭംഗിയുണ്ട്. ക്രെറ്റയുടെ 17 ഇഞ്ച് വീലിനേലും ലുക്ക് ഉണ്ട് ഇത് കാണാനായിട്ട്. അതിൻ്റെ ബാക്കിൽ നമുക്ക് റെഡ് കളറിലുള്ള ബ്രേക്ക് കാലിപ്പേഴ്സ് കാണാൻ പറ്റും. ആൻഡ് ലോട്ട്സ് ഓഫ് റെഡ് ലൈൻസ്. എല്ലായിടത്തും അവിടെ ഇവിടെയൊക്കെ കുറേ റെഡ് ലൈനുകൾ വരച്ച് വെച്ചിട്ടുണ്ട്. ഈ റെഡ് ലൈനാണ് N ലൈൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഉള്ളിലോട്ട് വരുമ്പോൾ നമുക്കൊരു ഓൾ ബ്ലാക്ക് ഡാഷ്ബോർഡ് കിട്ടുന്നുണ്ട്. എഗെയിൻ ക്രെറ്റയിൽ ആ ഗ്രേ കളറിലുള്ള ഡാഷ്ബോർഡ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ബ്ലാക്ക് ഡാഷ്ബോർഡ് കുറച്ച് ഇഷ്ടമാവും. അതിലൊരു ഓറഞ്ച് പോലത്തെ ഒരു കോപ്പർ കളറിൽ വരുന്ന എല്ലാ ആക്സൻസും ഇതിൽ റെഡ് ആയിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ സീറ്റിൻ്റെ സ്റ്റിച്ചിങ്ങിലും ബാക്കിയൊക്കെ കാണാൻ പറ്റും. സീറ്റിൻ്റെ പാറ്റേണൊക്കെ നല്ല വ്യത്യാസമുണ്ട്. അതുപോലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഈ അറ്റത്ത് കൂടെ. ആൻഡ് നമുക്ക് എല്ലാ N ലൈൻ മോഡൽസിലുള്ള പോലെ നമുക്ക് ഈ 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ കിട്ടുന്നുണ്ട്. കറക്റ്റ് സൈസാണ്. നമുക്ക് ആ സ്റ്റാൻഡേർഡ് ക്രെറ്റയിൽ ഒരു ഓവൽ ബോസ് ഒക്കെ വരുന്ന ആ സ്റ്റിയറിംഗ് വീൽ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ യു വിൽ ലവ് ദി സ്റ്റിയറിംഗ്. അതുപോലെ അലൂമിനിയം പെഡൽസ് ഉണ്ട്. അലൂമിനിയം പെഡൽസ് ഞാൻ വലിയ ഫാനൊന്നുമല്ല. ഗിയർ സെലക്ടർ നല്ല ഭംഗിയുണ്ട്.
നമ്മൾ ഈ വണ്ടിയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ രണ്ടാമത് പറയുന്നില്ല, നമ്മൾ ക്രെറ്റയുടെ റിവ്യൂവിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർ അതും കൂടി ഒന്ന് കാണുക. ഒരു ഫീച്ചർ എഡീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു 2-way ഡാഷ് ക്യാം വരുന്നുണ്ട്. നമ്മൾ i20 N-ലൈനിലും അതുപോലെ വെന്യൂ N-ലൈനിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഫാസ്റ്റായിട്ട് ഓടിക്കുമ്പോൾ അതിൻ്റെ ഫുട്ടേജ് മിസ്സാവാൻ ആക്ഷൻ ക്യാമറ എന്ന് വെച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് കാണിക്കാൻ പറ്റും. അതുപോലെ 2-way ഡാഷ് ക്യാമാണ്. അപ്പോൾ അതുകൊണ്ട് അകത്തുള്ള ആൾക്കാരുടെ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ നമുക്ക് അതിൽ കിട്ടും. വേറെ ബാക്കിയെല്ലാം ഫെയർലി സെയിം ആണ്. ക്രെറ്റ N-ലൈൻ 1.5 ടർബോ പെട്രോൾ വേരിയൻറ്റിൽ മാത്രമേ വരുന്നുള്ളൂ. 7 സ്പീഡ് DCT ഉണ്ട്. പിന്നെ സാധാ ക്രെറ്റ മേടിച്ചാൽ കിട്ടാത്തൊരു സാധനം കൂടി ഉണ്ട്, നമ്മുടെ ഈ 6 സ്പീഡ് മാനുവൽ. ആൻഡ് ഈ എഞ്ചിൻ്റെ ഒരു ഫുൾ ക്യാരക്ടർ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാനുവൽ ഓടിക്കണം. നമ്മളിപ്പോൾ ഇതൊന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ട് ആക്സിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് പുൾസ് വെൽ. 80, 100, 110, 120, 130, 150, change gear, 160. ഇതൊരു 1.5 ലിറ്റർ ടർബോ പെട്രോൾ GDA എഞ്ചിനാണ്. GDA എന്ന് പറയുമ്പോൾ ഗ്യാസ്ലൈൻ ഡയറക്റ്റ് ഇഞ്ചക്ഷനാണ്. ഹ്യുണ്ടായുടെ ഒരു ഇപ്പോഴത്തെ കറണ്ട് മെയിൻ സ്ട്രീം എഞ്ചിനുകൾ. പണ്ടൊരു 1.4 ടർബോ പെട്രോൾ ഉണ്ടായിരുന്നു, അതിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് വന്നാണ് ഈ 1.5 ടർബോ പെട്രോൾ. ഇറ്റ്സ് മോർ എഫിഷ്യൻറ്റ്. പഴയതിനെ വെച്ച് നോക്കുമ്പോൾ റിഫൈൻമെൻറ്റ് ബെറ്ററാണ്, ഫ്യൂൽ എഫിഷ്യൻസി ബെറ്ററാണ്. ആൻഡ് ഇതവരുടെ ഒരു സ്മാർട്ട് സ്ട്രീം എന്ന് പറഞ്ഞിട്ട് അവർ വിളിക്കുന്ന ഒരു പുതിയ സീരീസ് ഓഫ് എഞ്ചിനിൽ പെട്ട ഒരു എഞ്ചിനാണ്. ഈ എഞ്ചിൻ്റെ തന്നെ നോൺ ടർബോ വേരിയൻസും ഉണ്ട്. പക്ഷേ ഇത് അത്യാവശ്യം ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ടർബോ പെട്രോളാണ്. വലിയ ലാഗൊന്നുമില്ല. ആൻഡ് ഈ എഞ്ചിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് നന്നായിട്ട് തോന്നും. കാരണം ഞാനിപ്പോൾ 40 km/h സ്ലോ ചെയ്തു. ഞാൻ 4th ഗിയർ ഇട്ടു. ഞാനിവിടുന്ന് ആക്സിലേറ്റ് ചെയ്യാൻ തുടങ്ങി. 1200 RPM ഉള്ളൂ. ഏകദേശം 1500 RPM ആയപ്പോഴത്തേക്കും ചെറുതായിട്ട് ബൂസ്റ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട്. 2000 RPM ആയപ്പോഴത്തേക്കും നമുക്ക് ഫുള്ളായിട്ട് പുള്ള് ചെയ്യുന്നുണ്ട്. 2500 RPM. സ്പീഡ് ഏകദേശം 85 ആയി. 100ൻ്റെ അടുത്ത് എത്തി. 3500 RPM സ്റ്റിൽ പുള്ളിങ്. അവിടുന്ന് 4000 RPM, 120 കഴിഞ്ഞു. 5000 RPM ആയി. ഏകദേശം 150 km/h ആയി. ഞാൻ ഗിയർ മാറിയിട്ടില്ല. ഇറ്റ്സ് സ്റ്റിൽ പുള്ളിങ്. 160, 170, 180. 1 ഗിയർ. 40 തൊട്ട് 150 വരെ ഒറ്റ ഗിയറിൽ, 4th ഗിയറിൽ എത്തുന്നുണ്ട്. ദാറ്റ്സ് ഹൗ ഫ്ലെക്സിബിൾ ദാറ്റ് എഞ്ചിൻ ഈസ്. ആൻഡ് ഈ സ്മാർട്ട് സ്ട്രീം എഞ്ചിനുകളിൽ ഇവർ വേരിയബിൾ വാൽ ടൈമിംഗ് യൂസ് ചെയ്യുന്നുണ്ട്, വേരിയബിൾ വാൽ ഡ്യൂറേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവരിതിൽ പോർട്ട് ഇഞ്ചക്ഷനും സെൻട്രലി മൗണ്ടഡ് ആയിട്ടുള്ള ഡയറക്റ്റ് ഇഞ്ചക്ഷനും യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനാണ്. ആൻഡ് സൂക്ഷിച്ച് ഓടിക്കുമ്പോൾ നമുക്കൊരു 15-16 km/l ഒക്കെ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ വണ്ടി മേടിക്കുകയാണെങ്കിൽ ഓക്കെ, ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ നാച്ചുറൽ ആസ്പിറേറ്റഡ് 1.5 മേടിക്കാം. ബട്ട് അതർവൈസ് കുറച്ചുകൂടി സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മേടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഫണ്ണുണ്ട്. പക്ഷേ ഇടയ്ക്കൊക്കെ ഹൈവേയിൽ പോകാനാണ് ഫാസ്റ്റായിട്ട് ഓടിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ എഞ്ചിൻ ടു ഗെറ്റ്. ആൻഡ് N-ലൈനിൽ നമുക്ക് ഈ ഒരു ഒറ്റ എഞ്ചിൻ മാത്രമേ ഉള്ളൂ, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ക്രെറ്റ N-ലൈൻ്റെ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ഒക്കെ കൊള്ളാം. സ്റ്റിയറിംഗ് അവർ ഒരു ഇത്രയും കൂടി ഹെവിയർ ആക്കിയിട്ടുണ്ട്, വിച്ച് ഗിവ്സ് യു എ ലിറ്റിൽ ബിറ്റ് മോർ കോൺഫിഡൻസ്. നമുക്ക് i20യിൽ സ്റ്റിയറിംഗ് കുറച്ച് അനാവശ്യമായിട്ട് ഹെവി ആയ പോലെ തോന്നും. ലൈക്ക് അതിനൊരു പവർ അസിസ്റ്റ് ഇല്ലാത്ത പോലെ കുറച്ച് നേരം ഓടിച്ച് കഴിയുമ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യലി ഹെവി ആക്കിയാൽ നമുക്ക് തോന്നും. ഇതിൽ അത്രയ്ക്കൊന്നുമില്ല. ഇതിൽ അവർ പറയുന്നുണ്ട് ഒരു ഇത്തിരി സ്റ്റിഫ് ആക്കിയെന്ന്. പക്ഷേ എനിക്ക് അത്ര ഒരു ഡിഫറൻസ് പോലും തോന്നുന്നില്ല. മേ ബി DCT ഉള്ള മോഡലിൽ നമ്മൾ ഡ്രൈവ് മോഡ്സ് ഒക്കെ മാറുമ്പോൾ കുറച്ചും കൂടിയും ചിലപ്പോൾ ഹെവിയർ ആവുന്നുണ്ടാവും. ഇതിൽ അത്രയ്ക്കൊന്നും തോന്നുന്നില്ല. ഒരു 150-160 വരെയൊക്കെ സ്ട്രേറ്റ് ലൈൻ സ്റ്റെബിലിറ്റി നല്ലതാണ്. അതിൻ്റെ മുകളിലേക്ക് വണ്ടി ഇത്തിരി ഫ്ലോട്ടി ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഇതിപ്പോൾ 10 ലൈനോളം നമുക്കിവിടെ MT ഹൈവേ ഉണ്ട്. പക്ഷേ നമുക്ക് വരുന്ന പുഷ് ചെയ്യുന്ന അത്രയും കോൺഫിഡൻസ് കിട്ടുന്നില്ല. കാരണം സൈഡിൽ കുറച്ചും കൂടി ക്രോസ് വിൻസും ഒക്കെ വരുമ്പോൾ വണ്ടി ഇത്തിരി കൂടി അൺസ്റ്റേബിൾ ആണ്. പക്ഷേ ഒരു ക്രോസ് ഓവറിൽ നമുക്ക് കിട്ടാവുന്ന ഒരു റീസണബിൾ എമൗണ്ട് ഓഫ് ഫണ്ടൊക്കെ നമുക്ക് ഇതിൽ എക്സ്പെക്ട് ചെയ്യാം. സസ്പെൻഷൻ അവർ കുറച്ചും കൂടി സ്റ്റിഫ് ആക്കിയിട്ടുണ്ട്. പക്ഷേ എത്ര പെർസെൻറ്റേജ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ യൂഷ്വൽ i20യിലും മെനുവിലൊക്കെ കണ്ട പോലെ ഒരു 10-15% സ്റ്റിഫർ സ്പ്രിങ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രെറ്റയുടെ ആ ഒരു ഓവർ ബൗൺസി ആയിട്ട് തോന്നിയിരുന്ന ഒരു ഫീലിംഗ് കുറച്ചും കൂടിയും കുറഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ചൊരു കോർണേഴ്സൊക്കെ ഉള്ള റോട്ടിൽ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ സസ്പെൻഷൻ എന്തോരം ഡിഫറൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒന്നുമില്ല. ഓപ്പൺ ഹൈവേ ആണ്, നമുക്ക് വേറെ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു ലൈൻ ചേഞ്ച് മെനുവറൊക്കെ അടിച്ച് നോക്കാം. ഇറ്റ്സ് വെരി ഗുഡ്. റെഗുലർ ക്രെറ്റ ഞാൻ അത്യാവശ്യം പുഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓടിച്ചിട്ട് അധികം കാലമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊരു റെഫറൻസ് പോയിൻ്റ് ഉണ്ട്. സ്റ്റിയറിംഗ് അസിസ്റ്റൊക്കെ കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. സ്റ്റിയറിംഗ് ഇത്തിരി കൂടിയും ഹെവിയറാണ് ഈ വണ്ടിയിൽ. അതർ ദാൻ ദാറ്റ് ഡ്രൈവ് ചെയ്യാൻ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ i20യിലൊക്കെ നമുക്ക് കുറച്ചും കൂടി സ്പോർട്ടിയർ എക്സോസ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതിൽ എക്സോസ്റ്റ് എനിക്ക് തോന്നുന്നു സ്റ്റാൻഡേർഡാണ്. വലിയ സൗണ്ടിൽ വലിയ ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല. അത് എനിക്ക് തോന്നുന്നു ഇതൊരു ഫാമിലി കാർ റോളും കൂടി ചെയ്യേണ്ട വണ്ടി ആയതുകൊണ്ട് ആ ഒരു ബർബ്ലി എക്സോസ്റ്റ് കൊടുക്കണ്ടെന്ന് അവർ വിചാരിച്ചതാണ്. പഴയ 1.4 ടർബോ പെട്രോളിന് വെച്ച് നോക്കുമ്പോൾ ഈ 1.5 കുറേയും കൂടിയും ബെറ്റർ എഞ്ചിനാണ്, കുറേയും കൂടിയും റിഫൈൻഡ് ആണ്, കുറച്ചും കൂടിയും പീക്ക് പവർ കൂടുതലുണ്ട്. 158 bhp ഉണ്ട്. അതുപോലെ 253 Nm ടോർക്ക് ഉണ്ട്. ആൻഡ് ഇറ്റ് പുൾസ് വെൽ. മിക്കവാറും എല്ലാ RPMത്തിലും അത്യാവശ്യം പുള്ളിയുണ്ട്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ മാപ്പിംഗ് ആണ്. സോ ഫ്യൂൽ മാപ്സ് ഒക്കെ ഇത്തിരി കൂടെ ഒപ്റ്റിമൈസ്ഡ് ആണ്. നമുക്കിതിൻ്റെ 7 സ്പീഡ് DCT ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഗിയർ ബോക്സിൻ്റെ ഒരു ഡിലേ ഒക്കെ കാരണം നമുക്ക് ചെറിയൊരു ലാഗൊക്കെ നമുക്ക് തോന്നും. ചില സമയത്ത് നമുക്ക് ആ ഒരു ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇത്തിരി കഴിഞ്ഞിട്ടേ റെസ്പോൺസ് തോന്നുള്ളൂ. പക്ഷേ മാനുവലി യു നോ ഹൗ ഗുഡ് ആൻ എഞ്ചിൻ ഇറ്റ് ഈസ്.
അത്യാവശ്യം ഫണ്ണാണ് ശരിക്കും. ഇപ്പോൾ ഈ ക്രെറ്റ എൻലൈൻ എന്ന് പറയുന്നത് അവർ ഉദ്ദേശിക്കുന്നതാണ് ഒരു ഫാമിലി ക്രോസ് ഓവർ ആണ്, പക്ഷേ യു വാണ്ട് ടു ഹാവ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഫൺ എന്നുള്ള രീതിയിൽ അത് രണ്ടും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്ന പോലത്തെ ഒരു വണ്ടിയായിട്ടാണ് അവർ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ക്രെറ്റ എൻലൈൻ്റെ പ്രത്യേകതകൾ. ഇതിൽ മിക്കവാറും ഫീച്ചേഴ്സൊക്കെ നമ്മൾ സാധാ ക്രെറ്റയുടെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ഇതിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞില്ല എന്നുള്ളൂ, നിങ്ങൾ ബോറടിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ കൂടി ഒന്ന് കാണുക. അതുപോലെ നിങ്ങളൊരു വണ്ടി ഈ സെഗ്മെൻറ്റിൽ മേടിക്കുകയാണെങ്കിൽ അത് ക്രെറ്റ എൻലൈൻ ആയിരിക്കുമോ, ക്രെറ്റേനയിലും കൂടുതലൊരു പ്രീമിയം കൊടുത്തിട്ട് നിങ്ങൾ എൻലൈൻ മേടിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.